Over the past few years, when you look into the question paper of the UPSC prelims exam, you would come to a conclusion that UPSC has become more practical. വളരെ പ്രാക്ടിക്കലായി ഫ്രെയിം ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് UPSC പ്രിലിംസ് എക്സാമിൽ കാണാൻ പറ്റും. And one such kind of question which was asked in the year of 2021 is what you see on the screen. And ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക് ജുഡീഷ്യൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. So article number 22 of the Indian Constitution provides the individual protection in matters of arrest and detention. അറസ്റ്റ്, തടങ്കൽ എന്നീ വിഷയങ്ങളിൽ ചില സംരക്ഷണങ്ങളാണ് ആർട്ടിക്കിൾ നമ്പർ 22 പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ചോദ്യം എന്ന് പറയാം. ആർട്ടിക്കിൾ 22 പ്രകാരം അക്യൂസ്ഡ് ആയ ഒരു വ്യക്തിയെ, കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് പരാമർശമുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദി ഓപ്ഷൻ ദാറ്റ് ദ മജിസ്ട്രേറ്റ് ഹാസ് വൺസ് ദാറ്റ് അക്യൂസ്ഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം? മജിസ്ട്രേറ്റിന് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ മജിസ്ട്രേറ്റിന് ആ വ്യക്തിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാം, അതർവൈസ് അക്യൂസ്ഡ് ആയ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാം. In case of judicial custody, the accused would be sent to the jail, and in case of police custody, the accused would be sent to the police lockup. ആൻഡ് ഒരു വ്യത്യാസം കൂടിയുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിന് പെർമിഷൻ ഇല്ലാതെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ലോക്കപ്പിലാണെന്നുണ്ടെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ചോദ്യം ചെയ്യാം. സോ വെൻ യു കം ടു ലുക്ക് ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് with reference to India, consider the following statement. Judicial custody means an accused is in the custody of the concerned magistrate and such accused is locked up in the police station, which is wrong because that person would be sent to the jail, the prison. So first statement is wrong. During judicial custody, the police officer in charge of the case is not allowed to interrogate the suspect without the approval of the court. This statement is correct. So the answer for this particular question is option B, that is 2 only.